ദേശീയപാതയുടെ തകർച്ചയിൽ നയം വ്യക്തമാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. വീഴ്ച വരുത്തിയത് കേന്ദ്ര ഏജൻസികളെന്നും സംസ്ഥാന സർക്കാർ പശ്ചാത്തല സൗകര്യങ്ങൾ കൃത്യമായി നടപ്പാക്കിയെന്നും മന്ത്രി റിയാസ്. ദേശീയപാതയുടെ പേരിൽ പിണറായി സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള നീക്കം വിലപ്പോകില്ലെന്നും വിശദീകരണം. ദേശീയപാതയിലെ തകർച്ചയെ തുടർന്ന് ഏറ്റവും അധികം ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനാണ്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേശീയപാത വികസനത്തിന്റെ ക്രെഡിറ്റുകൾ മുഴുവൻ സംസ്ഥാന സർക്കാരിനും പൊതുമരാമത്ത് വകുപ്പിനുമാണെന്ന വിധത്തിൽ മന്ത്രി റിയാസ് നേരത്തെ നടത്തിയ പ്രതികരണങ്ങളാണ് ആ വിധത്തിൽ ട്രോളുകൾ ഉയരാൻ പ്രധാന കാരണം. ദേശീയപാത വികസന വിഷയത്തിൽ ഇച്ഛാശക്തിയോടെ ഇടപെടാനും ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള കാര്യങ്ങൾ സുഗമമായി നടത്തിയതിലും പിണറായി സർക്കാർ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി പൊതുമരാമത്ത് വകുപ്പിന്റെ മാത്രം മേന്മയായി ഇത് അമിത പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും അമിത ഫ്ലെക്സ് ബോർഡ് പ്രചരണങ്ങൾ വ്യാപകമായി നടത്തിയതുമാണ് മന്ത്രി റിയാസിനെ തിരിച്ചടിയായത്. അതുകൊണ്ട് തന്നെ ദേശീയപാത തകർന്നപ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരായ ആയുധമാക്കി പ്രതിപക്ഷ കക്ഷികൾ ഉപയോഗിക്കുകയും ചെയ്തു. ഈ വിധത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ ആയുധമായി ഈ സംഭവ വികാസങ്ങൾ മാറിയതിൽ മന്ത്രി മുഹമ്മദ് റിയാസിനും പങ്കുണ്ടെന്ന വിധത്തിൽ ഇടതുമുന്നണിക്കുള്ളിൽ പോലും അലോസരങ്ങൾ ഉയരുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നയം വ്യക്തമാക്കി മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ രംഗത്തെത്തിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി LDF സർക്കാരിനെ കരിവാരിത്തേക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുവെന്നും സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷം കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായത് വിസ്മരിക്കരുതെന്നുമാണ് മന്ത്രി റിയാസ് പറഞ്ഞത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം ഇതുപോലെ ഉണ്ടാകുമായിരുന്നില്ല എന്നത് ആരും വിസ്മരിക്കരുതെന്ന് മന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ രംഗത്തിറങ്ങിയ UDFന് അതിന് ധാർമ്മികമായി ഒരവകാശവുമില്ലെന്നാണ് മന്ത്രിയുടെ വാദം. മലയാളിയുടെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത വികസനത്തിന് റീത്തുവെക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. അതിനെ തുടർന്നാണ് ദേശീയപാത വികസനം ഇടതുപക്ഷം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. NH-66 നടപ്പിൽ വരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുകയും ചെയ്തു. ഇതിനൊക്കെ തുടർന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതയുടെ വികസനത്തിന് പണം മുടക്കിയത്. 5600 കോടി രൂപയാണ് ഇതിനായി മുടക്കിയത്. ഭൂമി ഏറ്റെടുക്കലിലും നേതൃത്വപരമായ പങ്കാണ് സംസ്ഥാന സർക്കാർ വഹിച്ചത്. അതുകൊണ്ടാണ് ആർക്കും ഒരു പരാതിക്കും ഇടം നൽകാതെ ഭൂമി ഏറ്റെടുക്കൽ സുഗമമായി നടന്നത്. അതേസമയം തുടക്കം മുതലേ ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനാണ് UDFും BJPയും ശ്രമിച്ചത്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിൽ പങ്കെടുത്തവരാണ് ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നതെന്നാണ് മുഹമ്മദ് റിയാസിന്റെ വാദം. ഈ വസ്തുതകൾ ഏവർക്കും അറിയാവുന്നതാണ്. ദേശീയപാത വികസനത്തിൽ പിണറായി സർക്കാർ നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജനത്തിനറിയാം. അതിന്റെ പേരിൽ പ്രതിപക്ഷം വിറളി പിടിക്കുന്നത് എന്തിനാണ്? റീൽസ് ഇടരുതെന്നാണ് ഇപ്പോൾ അവരുടെ വാദം. റീൽസ് നിരോധിക്കാൻ ഇത് അടിയന്തരാവസ്ഥയല്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളുമായി പങ്കുവെച്ച് ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും. മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ ഈ വിധത്തിലാണ്. ദേശീയപാതയെക്കുറിച്ച് നടത്തിയ അമിതാവകാശവാദങ്ങൾ തിരിച്ചടിയായി എന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്ക് പൊതുവെയുള്ളത്. ഈ സാഹചര്യത്തിലാണ് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുന്ന വിധത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ കൊണ്ട് തന്നെ ദേശീയപാത വിഷയത്തിലെ നയങ്ങൾ വിശദീകരിപ്പിച്ചത്. അമിത തള്ളലുകൾ നടത്തി എട്ടുകാലി മമ്മൂഞ്ഞുകാർ ചമയുന്നതിന് പകരം യഥാർത്ഥ വസ്തുതകൾ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ ആയുധമാക്കി ദേശീയപാതയിലെ തകർച്ച മാറ്റാമായിരുന്നുവെന്നും അതിനുള്ള അവസരമാണ് മന്ത്രി റിയാസും മറ്റും ചേർന്ന് അട്ടിമറിച്ചതെന്നുമുള്ള പൊതുവികാരമാണ് ഇടതുമുന്നണിക്കുള്ളിൽ ഇപ്പോൾ ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയെ സംബന്ധിച്ച സർക്കാർ നിലപാടുകൾ വിശദീകരിക്കാൻ മന്ത്രി റിയാസ് തന്നെ നിർബന്ധിതനായതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.